കണ്ട ചെണ്ട കൊണ്ടുവരാൻ ഉണ്ട ചോറ് കൊണ്ട് മുണ്ടക്കയത്തെ മൂത്ത കുണ്ട മുനിയാണ്ടിയുടെ വണ്ടിയിലിട്ടപ്പോഴാണ് പാലത്തെ പറ്റി ആദ്യം കേൾക്കുന്നത്. പാണ്ഡൻ നായുടെ മണ്ടയ്ക്ക് മണ്ടലി കരണ്ട തൊണ്ടെറിഞ്ഞ് ബോണ്ട തിന്ന് തൊണ്ട വരണ്ട്. ബോണ്ടയൊക്കെ തിന്നെങ്കിൽ കുറെ സമയം പോകുന്നുണ്ട്. അപ്പോൾ ഗൈസ്, ഇവരെ അറിയാതെ ആരുണ്ടാവത്തില്ല എന്തായാലും. ബാസ്കറ്റ് അൽവി ഇപ്പോൾ നിങ്ങൾ കണ്ടതിപ്പോൾ ശ്രീകണ്ഠ ഷോറിൻ്റെ ചെറിയൊരു ഭാഗമാണ്. അവ ഇനി കാണാൻ കിടക്കണുള്ളൂ. ഒരുപാട് ബാക്കിലുണ്ട്. 2 പ്രോഗ്രാം പോകുന്നു ശ്രീകണ്ഠ ഷോറിൽ തന്നെ. പിന്നെ ഇപ്പോൾ അടുത്ത് വന്നത് ഉടപ്പണത്തിൽ അതും അടിച്ച് പൊളിച്ചാണ് പോയത്. അപ്പോൾ നോക്കാം എന്തായാലും. ഞാൻ അവൻ്റെ തെക്ക് ഇപ്പോൾ 3-4 പക്ഷേ ഹിറ്റായി, നല്ല ഹിറ്റായത് ഒരു 5-6-3-4-5 ഉള്ളൂ. പക്ഷെ ഞാനിതിൽ അവൻ്റെ എല്ലാം കൂടി ചേർത്ത് പിടിച്ചിട്ട് നിങ്ങളുടെ മുന്നിൽ ഇട്ട് തരാണ്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണാം. സ്കിപ്പ് ചെയ്യാതെ പറയണ്ട, അവൻ്റെ വീഡിയോയിൽ സ്കിപ്പ് ചെയ്യാൻ തോന്നത്തില്ല. കണ്ടു നിന്ന് പോവാം. അതാണ് ഗായ്സ്, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഈ ഒരു അവസരം എനിക്കായിരുന്നു. തീർച്ചയായിട്ടും ഒരു അത്ഭുതം സൃഷ്ടിച്ചുകൊണ്ട് ഇവർക്കൊരു മാതൃകയാക്കാൻ ആദ്യത്തെ റൗണ്ടിൽ പുറത്താക്കുക എന്ന് പറയുന്നതും അത്ഭുതം തന്നെയാണ്. പിന്നീട് ഒരു സമയത്ത് ഇവരെന്റെ ഒരു റോൾ മോഡലായിട്ട് ഇവരെന്നെ അനുകരിക്കുക. എങ്ങനെ ഒരു മത്സരത്തിൽ പങ്കെടുക്കാതിരിക്കാം എന്നതിന്റെ ഒരു റോൾ മോഡല് വളരെ ശരിയാണത്. എത്രയോ പേര് 23 വയസ്സ് യാഥാർത്ഥ്യബോധം തിരിച്ചറിയുന്നുള്ള പ്രായം നിശ്ചയിക്കപ്പെട്ടിട്ടില്ല. 25, 30, 40 വയസ്സൊക്കെ ആയിട്ടായിരിക്കും ചിലർക്ക് ആ വിവരവും തെറ്റി 53 വയസ്സിലോ തെറ്റിച്ചിരിക്കുന്നു. അത് വലിയൊരു ആ സൈക്കോളജിയൊക്കെ മാറിപ്പോയിരിക്കുന്നു. എന്ന് എന്നോട് പറഞ്ഞ ഒരാളെ കുറിച്ചാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അല്ല, അവതരണ കലയെങ്ങനെയാണ് ഞാൻ സംസാരിക്കുക? എന്റെ ഭാഷ, എന്റെ നാളെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകേണ്ടത് നീയാണ്. ഈ ശരീരവും വെച്ച് നാളത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാവാൻ പോകുന്ന സുഹൃത്തെ 3 നേരം കുളിക്കാൻ ആദ്യം പഠിക്കുക എന്നുള്ള വസ്തുത ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഉഷ്ണത്തിലൂടെ കടന്നു പോകുന്ന ഞാൻ ഉഷ്ണമല്ല പോലെ ഉഷ്ണമാണ്. പുല്ല് പൂവുകൾ പുഷ്പകാലം കണിക്കൊന്ന പൂവളം. ആരുടെ കവിതയാണ്? PK ഗോപാലകൃഷ്ണന്റെ. ഇത് കടമനിട്ട് രാമകൃഷ്ണന്റെ കവിതയാണ്. ഈ കവിതയെ കുറിച്ച് ഒരു വാക്ക് പോലും എനിക്കറിയത്തില്ല. പക്ഷെ ഒന്ന് എറിഞ്ഞു നോക്കിയാ കൊണ്ടത് കറക്റ്റ്. അപ്പോഴാണ് ഓർത്തത് ഇന്ന് കുളിച്ചിട്ടില്ല. ഒന്നും പാലത്തിന്റെ അടിയിൽ കൂടെ വെള്ളമല്ലാതെ പിന്നെ പനിനീരൊഴുകുമോ? അപ്പച്ചനും എല്ലാം ഈ വസ്തു വീണ്ടും കഴിച്ചിരുന്നു. ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. എന്റെ മുന്നിൽ നിൽക്കുന്ന എല്ലാ സുഹൃത്തുക്കളോടും എന്ന് 2 തവണ പറയേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടാണ് ഇത് ആദ്യമായി ഉണ്ടാക്കിയത് എന്റെ വീട്ടിലാണ് പറയുന്നത്? നിങ്ങൾ എന്ന് പറയുന്നത് തെറ്റാണുണ്ണി. എന്റെ അടുത്ത് നിൽക്കുന്ന ആ സുന്ദരി കുട്ടിയെ കണ്ടോ? രാവിലെ വന്നപ്പോൾ എന്നോട് ചോദിച്ചു, നിന്നെയല്ല അവിടെ. നിന്നെയല്ല അവിടെ. നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ഇല്ല, കുറെ നേരമായി സാർ സഹിക്കാൻ തുടങ്ങി. ഇല്ല, അങ്ങനല്ല, ഒത്തിരി നേരമായി ഞാനിങ്ങനെ തുടങ്ങിയിട്ട്. അല്ല, വെള്ളം കുടിക്കുന്നില്ല. എത്ര നേരമായി പറഞ്ഞ എന്തിനാണെന്നറിയോ? പ്രൊമോ കൊടുക്കുമ്പോ ഞാൻ ഇങ്ങനെ ചൂടാവുന്നു കാണിച്ചേക്കണേ. ആഗോള വികസനത്തെ കണക്കിലെടുത്തു വ്യക്തികളുടെയും സമൂഹത്തിന്റെയും പുരോഗതി ലക്ഷ്യമാക്കി ഒരു നിമിഷത്തിന്റെ വേദിയിൽ ഒരുമിട്ടിറങ്ങിയ നമ്മളെ പോലുള്ളവരൊക്കെ സംഘടിച്ചുകൊണ്ട് മുന്നേറുമ്പോഴാണ്. എന്തായിരുന്നു സാർ വിഷയം? ആദ്യമായി പെണ്ണ് കാണാൻ അല്ലേ? പെണ്ണ് കാണാൻ പോകുന്ന സന്ദർഭത്തിൽ ആ സ്ത്രീയെയും നോക്കിയിട്ട് തിരികെ ഇറങ്ങുമ്പോഴാണ് വീട്ടിൽ നല്ലൊരു കോഴി നിൽക്കുന്നത് ഞാൻ കാണുന്നത്. എന്താണ് അവിടെ നിർത്തി? ഞാൻ നിർത്തിയില്ല. ആരായാലും ഒരു പെണ്ണിനെ കാണുമ്പോ വിക്കി പോകുന്നില്ല. എന്ന് എന്നോട് പറഞ്ഞ ഒരാളെ കുറിച്ചാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അല്ല, അവതരണ കലയെങ്ങനെയാണ് ഞാൻ സംസാരിക്കുക? എന്റെ ഭാഷ, എന്റെ ശബ്ദം
വേണ്ടിയാണ് ഇത്തരത്തിലുള്ള മുടക്കങ്ങൾ താങ്കൾ സൃഷ്ടിക്കുമെന്ന് ഞാൻ എന്തിനു ആലോചിക്കുകയാണ്. വേണ്ടിയാണ് എനിക്ക് വേണ്ടി കുട്ടിക്കാനം വഴി കൂട്ടിക്കൽ ചെട്ടിനാട് എത്തി പട്ട വാങ്ങിയ പൊട്ടന്മാരിൽ എട്ടാമത്തവനായ ബാസത്തിനോട് എനിക്ക് പറയുവാനുള്ളത് വെളുക്കാൻ തേച്ചത് പാമ്പാ. നീ ഒരിക്കലെങ്കിലും നട്ടലുള്ള പെൺകുട്ടികളെ പ്രണയിച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടത്തിന്റെ അർത്ഥം എന്തെന്ന് ഗ്രഹിക്കാനും അതിനെ ആധുനികവൽക്കരണത്തിന്റെ നട്ടലുള്ള പെൺകുട്ടികളോട് പ്രണയാഭ്യർത്ഥന നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ച ലിനറ്റിനോട് തിരികെ ഞാൻ പറയുകയാണ്, ഐ ലവ് യു. തട്ടുകടയിലെ കാര്യമല്ല ഇവിടെ പറയുന്നത്. മഹാത്മാഗാന്ധിജി വട കഴിച്ചിരുന്നു എന്ന സത്യം നാം മനസ്സിലാക്കണം. എല്ലാറ്റിനെയും ഒന്നായി കണ്ട് സമസ്ത ജീവജാലങ്ങളുടെയും സുസ്ഥിതിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് സൃഷ്ടി രഹസ്യം തേടിയ മഹർഷിമാരുടെ ദർശന പാരമ്പര്യം ഉൾക്കൊണ്ട രവീന്ദ്രനാഥ ടാഗോർ അത് കഴിച്ചിരുന്നു എന്ന് നാം മനസ്സിലാക്കണം. കിടന്നുപോയി കഴിക്കണ്ട കേട്ടോ. മഹാത്മാഗാന്ധി രവീന്ദ്രനാഥ് ടാഗോർ എല്ലാവരും കൂടെ കഴിക്കുക. മഹാത്മാഗാന്ധി രവീന്ദ്രനാഥ് ടാഗോർ എല്ലാവരും കൂടെ കഴിക്കുക. ഈ പുല്ലൂർ തൂക്കുപാലത്തിൽ ചാടി ചാകുന്ന നല്ലത്. പലപ്പോഴും ഇനി തുടരുന്നില്ലെങ്കിൽ ഞാൻ കാട് കാണിക്കും. അല്ലല്ല ഒരു കാര്യം, ഒരു മറുപടി പറഞ്ഞോട്ടെ സാർ പ്ലീസ്. പറഞ്ഞു. ഞാൻ അബ്ദുറബിന്റെ കാലത്താ പരീക്ഷ ചെയ്തത്. ഞാൻ എഴുതാത്ത വിഷയങ്ങൾക്കെല്ലാം ജയിച്ചിട്ടുണ്ട്. ഇനിയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഗായ്സ് ഇപ്പൊ കണ്ടില്ല നിങ്ങള്, ഇതാണ് റാസ്കൽ. ഇപ്പൊ കുറച്ച് മുമ്പ് മാമുക്കോയെ കുറച്ച് തെഗ ഇറങ്ങി. ഇപ്പൊ അല്ല അധികം പേര് ഇറങ്ങി ലൈറ്റ് മാമുകയ. അതേ അവസ്ഥയാണ് ഇപ്പൊ നമ്മള് ബാസ്തലി. എന്തെങ്കിലും ഇപ്പൊ മറുപടി പറഞ്ഞാൽ അതിന്റെ എതിരെ പറഞ്ഞ തെഗായിട്ട് സിമ്പിളായിട്ട്, പക്ഷെ ആൾക്കാരെ കയ്യിലെടുക്കുന്ന രൂപത്തിലാണ് ചങ്ങായി പറഞ്ഞത്. സംഭവം ഇത്രേ ഉള്ളൂ. പക്ഷെ എല്ലാരും ഒരു വട്ടം കണ്ട ചെറുക്കാത്ത ആരും ഉണ്ടാവത്തില്ല. അപ്പൊ ഓക്കെ, ബൈ.